വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് കോളിന് വിളിക്കാൻ, ഒരു ടെസ്റ്റ് കോൾ വിളിച്ചായിരുന്നു. എനിക്ക് കേൾക്കാമല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴയും കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിച്ച് കളഞ്ഞ ഒരു ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ഒരു കിഡ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ അതേ ഉപയോഗിച്ച് കളഞ്ഞ, വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല എങ്കിലും വർക്ക് ചെയ്യുന്ന സാധനമായിരുന്നു. അപ്പോൾ ഞാൻ പോയ ഒരു ലാൻഡ് ഫോണാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന, നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു ഫോണാണ് ലാൻഡ് ഫോൺ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളൊരു അടിപൊളി തമിഴയും കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സിലെ നമ്മളന്നിപ്പം ഒരു ലാൻഡ് ഫോൺ എടുത്തിരിക്കുകയാണ്. ലാൻഡ് ഫോണിന് നമുക്ക് വേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ആ റിസീവറും കേബിളും മാത്രം മതി. ആ ലാൻഡ് ഫോണിൻ്റെ ബാക്കി ഡയൽ ചെയ്യുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റിസീവറും കേബിളും എടുത്തിട്ട് ആ കേബിള് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കൺവേർഷനാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ കേബിളൊന്ന് റിസീവറിൻ്റെ ഭാഗത്തുനിന്ന് കേബിളൊന്ന് എടുക്കാം. കേബിളിൻ്റെ എടുത്തിട്ട് ശേഷം ആ കേബിളിൻ്റെ ആ ഒരു സൈഡൊന്ന് നമുക്കൊന്ന് ഒരു കത്രി ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടർ അവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുത്തേക്കുന്ന വർക്ക് ചെയ്യുന്ന ഒരു കേബിൾ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ്, കേബിളിൻ്റെ ഒരു സൈഡ് നമുക്കൊരു കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് കളഞ്ഞ വീട്ടിലൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു ലാൻഡ് ഫോണാണ് എടുത്തേക്കുന്നത്. പുതിയ കേബിളൊന്നും എടുത്തൊന്നും ആരും കട്ട് ചെയ്ത് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഈ കേബിളൊന്ന് ഞാനൊരു കത്രി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിപ്പോൾ ആവശ്യമില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്തെ കേബിൾ കാണുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ മണ്ടയ്ക്കത്തെ സ്ലീവ് ഒന്ന് കളയുവാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്ലീവ് ഒന്ന് ചെറിയ കത്തി ഉപയോഗിച്ചൊന്ന് കളയാം. ഫ്രണ്ട്സ്, നമ്മൾ ആ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു 4 കേബിളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 4 കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക്, റെഡ്, അതുപോലെ തന്നെ യെല്ലോ, ഗ്രീൻ ഈ കളറായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം യെല്ലോയ്ക്ക് പകരം ബ്ലൂ ആയിരിക്കും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ. എന്തോ ആയിക്കോട്ടെ, നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പോയതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ നമുക്കൊരു ഹെഡ്ഫോണാണ് വേണ്ടത്. ആ ഹെഡ്ഫോണിൻ്റെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഹെഡ്ഫോണിൻ്റെ ഒരു സൈഡേ കേൾക്കത്തുള്ളൂ. ഞാൻ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഞാൻ ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്. ആ ഹെഡ്ഫോണും ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് കുത്തുന്ന ആ ജാക്കിൻ്റെ ഭാഗം നമ്മൾ ഇച്ചിരി കേബിൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഹെഡ്ഫോണിൻ്റെ താഴ്ഭാഗം ഒരു കത്രി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെയും ആ സ്ലീവ് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തും 4 കളറിലുള്ള കേബിൾ വയറ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഒന്ന് കളഞ്ഞെടുക്കാൻ പോകുന്നത്. ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ സ്ലീവ് ഒന്ന് പതുക്കെ ഒന്ന് കളയാണ്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇയർഫോണിൻ്റെ ആ കേബിളിൻ്റെ നമ്മൾ ഇതുപോലെ സ്ലീവ് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇത്രയും കോഡുകൾ കാണാൻ പറ്റും. ചില കേബിളിനകത്ത് 4 വയറേ വരത്തുള്ളൂ. ചിലതിൻ്റെ അകത്ത് ഇതുപോലെ 3 6 കേബിൾ വരും. അപ്പോൾ ഈ 3 കേബിൾ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഡ്, ഗ്രീന്, ബ്ലൂ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് റെഡ്, യെല്ലോ, ഗ്രീൻ ആണ്. അപ്പോൾ നമുക്ക് റെഡിലും ഗ്രീനേലും അതുപോലെ യെല്ലോയിൽ നമുക്ക് ബ്ലൂവും കൊടുത്തിട്ട് ഈ ബ്ലാക്കിൽ നമുക്ക് ഈ 4 ഗ്രൗണ്ട് കൂടെ കൊടുത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ മണ്ടയ്ക്കുള്ള ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ചെറുതായിട്ട് കത്തി ഉപയോഗിച്ചൊന്ന് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീപ്പെട്ടി കത്തിച്ച് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഉരുക്കി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ മണ്ടയ്ക്കുള്ള ഈ പ്ലാസ്റ്റിക്കുകളൊന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇൻസുലേഷൻ എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇൻസുലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അതേ കളർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ജാക്കിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ജാക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ വേറൊരു ഹെഡ്ഫോണിൻ്റെ ജാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ജാക്ക് ഇവിടെ കളഞ്ഞിട്ട് ഞാൻ മറ്റൊരു ജാക്ക് എടുക്കുകയാണ്. അപ്പോൾ സെയിം ആണ്, ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ജാക്കിൻ്റെ ഇവിടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാത്രമേ ഇതൊന്ന് മാറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ, പിന്നെ ഒരു ഇൻസുലേഷൻ ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ആയിട്ട് ഒരു ഗ്രൗണ്ടും വരുന്നതാണ്. ഇത് അതുപോലെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഈ ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്ന ഈ ബ്ലാക്ക് കളർ വരുന്ന കേബിളിലോട്ടും അതുപോലെ റെഡ്, യെല്ലോ, ഗ്രീൻ അതുപോലെ തന്നെ സെയിം തന്നെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്യുമ്പോൾ ചുമ്മാ സോൾഡർ ഇങ്ങനെ ചുമ്മാ നമുക്ക് ഈ 2 ജോയിൻ്റ് അടിച്ച് ഇൻസുലേഷൻ അടിച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി സോൾഡറിങ് കൂടെ ഒന്ന് ചെയ്താണ് കണക്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിത് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി, കാരണം ഫോണൊക്കെ വരുമ്പോൾ നമുക്ക് പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഫോൺ ഈ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്കിത് കണക്ട് ചെയ്ത്. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് കണക്ട് ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ അത് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്തെടുക്കാം. നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഞാനിത് ഒരു സോൾഡറിങ് അയൺ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സോൾഡറിങ് അയൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അല്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് സോൾഡറിങ് അയൺ എടുത്തത്. നമുക്ക് ഓരോന്നോരോന്ന് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം കറക്റ്റായിട്ടെല്ലാം ജോയിൻ്റ് അടിച്ച് സോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് മുട്ടായിരിക്കും. ഇൻസുലേഷൻ ടേപ്പ് അടിക്കണം. ഇൻസുലേഷൻ ടേപ്പ് അടിച്ച ശേഷം നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാനൊന്ന് ഇൻസുലേഷൻ ടേപ്പ് കൂടെ അടിച്ച് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നമ്മളിത് കറക്റ്റ് ഫോൺ കുത്തുന്ന രീതിയിലാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ ചെറിയ സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടരുത്. ഓരോന്നോടെ നമുക്കിത് ഒട്ടിച്ച് മാറ്റാം. നമ്മൾ പരസ്പരം ഒന്നും കൂട്ടിമുട്ടുന്നില്ല. നമുക്കിത് വൃത്തിയായിട്ട് പോകാതെ രീതി ചുറ്റിയെടുക്കാം. നമുക്കിത് ഇനി ഫോണെ കുത്തിയൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് കറക്റ്റായിട്ട് എല്ലാം സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോണിൽ ഇത് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡയൽ ചെയ്തൊക്കെ നോക്കണം കറക്റ്റായിട്ട് ഓക്കെ ആണോന്ന്. നമ്മൾ ഇത് കുത്തിയിട്ടുണ്ട്. ഇത് ഫോണിൽ വെളിയിൽ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നമുക്കിത് ഞാൻ നോക്കട്ടെ. ഓക്കെ കേട്ടോ, വർക്കിംഗ് ആണ്. നമുക്കിനി കോളൊക്കെ ചെയ്ത് വെളിയിൽ നിന്ന് നോക്കാം. ഞാൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് കോളിന് വിളിക്കാം. ഒരു ടെസ്റ്റ് കോൾ വിളിച്ചായിരുന്നു. എനിക്ക് കേൾക്കാമല്ലോ. ഞാനൊരു വീഡിയോ ഏതായാലും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിനക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എന്തുവാ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ നിന്നെ ആദ്യമായിട്ട് വിളിച്ച് ഈ സാധനം ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നറിയാനോ. ഇല്ല. അപ്പോൾ കേൾക്കാമല്ലോ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം സക്സസ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും. സോൾഡറിങ്ങായും വേണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല എന്താ പറയുക, നല്ല യൂസ് ചെയ്യാനും നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാനും നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തന്നെ ഒരു ഇൻസുലേഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ലാൻഡ് ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ കളഞ്ഞിട്ട് വീട്ടിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ റിസീവർ നല്ലതാണെങ്കിൽ റിസീവറിൻ്റെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പീക്കറും ഒരു മൈക്കും തന്നെയാണ്. നമ്മുടെ ഹെഡ്ഫോണിൻ്റെ അതേ ടെക്നിക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രായമാർത്തവർക്കൊക്കെ ഈ ഇയർഫോൺ വെക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി നമുക്ക് ഫോണിൽ ഇതുപോലെ കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറന്നു പോകല്. അപ്പം ടേക്ക് കെയർ, ബൈ.